ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാരുടെ EVS അഥവാ നിങ്ങളുടെ പരിസര പഠനം എന്ന വിഷയവുമായി ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങളുടെ ആനുവൽ എക്സാമിന് വാർഷിക പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ചില ക്വസ്റ്റ്യൻസും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും നിങ്ങളുടെ എക്സാമിനായിട്ട് അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ. അപ്പോൾ മിസ്സ് കുറച്ച് കാര്യങ്ങളൂടി അതിലോട്ട് പറഞ്ഞു തരാനായിട്ടാണ് മിസ്സ് എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എൻ്റെ മക്കളെല്ലാവരും റെഡിയാണല്ലോ? നമുക്ക് ക്ലാസ്സിലോട്ട് പോയാലോ? ഓക്കെ മക്കളെ, അപ്പം നമുക്ക് EVS എന്ന് പറയുന്ന സമയത്ത് ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന കൂട്ടുകാർക്ക് ഇംഗ്ലീഷിലും മലയാളം മീഡിയം പഠിക്കുന്ന കൂട്ടുകാർക്ക് മലയാളത്തിലുമാണ് ചോദ്യങ്ങൾ വരെയുണ്ടായിരിക്കുക. അപ്പം മിസ്സ് ഇംഗ്ലീഷിലും മലയാളത്തിലും ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യുക, പെട്ടെന്നൊന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ. നമ്മുടെ ആക്ടിവിറ്റി 1 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രീച്ചേഴ്സ് എന്നതാണ്, അതായത് ജീവികൾ പലതരം എന്നതാണ്. നോക്കിക്കേ മക്കളെ, ഐഡൻറ്റിഫൈ ദി ക്രീച്ചേഴ്സ് ബൈ ഒബ്സർവിങ് ദി ഗിവൺ ബോഡി പാർട്സ്. നോക്കിക്കേ, മലയാളത്തിൽ ക്വസ്റ്റ്യൻ വരുമ്പം ഇങ്ങനെയാണ്: താഴെ കൊടുത്തിരിക്കുന്ന ശരീരഭാഗങ്ങൾ ഏതെല്ലാം ജീവികളുടേതാണ് എന്നതാണ് കേട്ടോ. നോക്കിക്കേ മക്കളെ, അപ്പം നമുക്ക് അവിടെ താഴെ 2 ജീവികളുടെ ബോഡി പാർട്ട് തന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ അത് നോക്കിയിട്ട് ഏതാണ് ആ ഒരു ജീവി എന്നത് മക്കൾ കണ്ടെത്തിയിട്ട് അവിടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പിക്ചർ നോക്കുന്ന സമയത്ത് തന്നെ കൂട്ടുകാർക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇത് ഏതിൻ്റെതാണ് മക്കളെ. യെസ്, ഡക്കിൻ്റെതാണ് അല്ലേ, താറാവിൻ്റെതാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത് അല്ലേ, ഡക്കിൻ്റെതാണ്. ദെൻ സെക്കൻഡ് വൺ നോക്കിക്കേ മക്കളെ, ഇത് ആരുടേതാണ്? ഈസി ആയിട്ട് നമുക്ക് പറയാം ആരുടേതാണ്, ആനയുടേതാണ് അല്ലെങ്കിൽ എലഫൻറ്റിൻ്റെതാണ്. ഓക്കെ, ക്ലിയർ? അത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പ്രവർത്തനമാണ്. അതിൽ തന്നെ ഒരു ബി ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. നോക്കിക്കേ, അറേഞ്ച് ദി ഫോളോയിങ് ക്രീച്ചേഴ്സ് ഓൺ ദി ബേസിസ് ഓഫ് ദ സൈസ്. അതായത് താഴെ കൊടുത്തിരിക്കുന്ന ജീവികളുടെ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കേ മക്കളെ, നമുക്ക് ഏതൊക്കെ ജീവികളെ തന്നിട്ടുള്ളത്? റാബിറ്റ്, കമീലിയൻ, ഹോഴ്സ്, എലഫൻറ്റ്, ഡീർ അല്ലേ. അതായത് മുയൽ, ഓന്ത്, കുതിര, ആന, മാൻ എന്നിങ്ങനെയാണ് തന്നിട്ടുള്ളത്. അവയുടെ വലുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ മക്കളെ, ഇതിൽ ഫസ്റ്റ് വൺ ഏത് വരും? ഏറ്റവും സൈസ് കൂടിയത് ഏതാ? നമുക്ക് സൈസ് കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് ക്രമീകരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടിയത് ഏതാണ്? യെസ്, എലഫൻ്റ് ആണ്. ആനയാണ് എന്ത് ഏറ്റവും വലുത്. അടുത്തത് ഏത് വരും? ഹോഴ്സ് ആണ് അല്ലേ, കുതിരയാണ് പിന്നെയുള്ളതിൽ വലുത് അല്ലേ. ഓക്കെ, കുതിര കഴിഞ്ഞാൽ പിന്നെ ഏതാണ് മക്കളെ അവിടെയുള്ള വലുത്? യെസ്, ഡീർ ആണ് അല്ലേ, മാനാണ് പിന്നെയുള്ള വലുത് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഏതാണ്? നമ്മുടെ റാബിറ്റ് അല്ലേ, മുയലാണ് പിന്നെ വരുന്നത്. ലാസ്റ്റ് വൺ ആരാണ്? കമീലിയൻ, അതായത് എന്താണ്? നമ്മുടെ ഓന്താണ് അവസാനം വരുന്നത്. ഓക്കെ, അപ്പം എങ്ങനെയാണ് വരുന്നത് മക്കളെ? ആന, കുതിര, മാൻ, മുയൽ, ഓന്ത്. ഈ രീതിയിൽ വേണം മക്കൾ അവിടെ തന്നിട്ടുള്ള ക്രീച്ചേഴ്സിനെ അഥവാ ജീവികളെ വലുപ്പത്തിൻ്റെ സ്റ്റാൻഡിൽ ക്രമപ്പെടുത്തി എഴുതാനായിട്ട്. അത് നമുക്ക് എപ്പോഴും ചോദിച്ച് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓരോ ജീവികളുടെയും സൈസ് എത്രയെന്നുള്ളതും കൂട്ടുകാർക്ക് അറിയുന്നതാണ് അല്ലേ. ഓക്കെ, ആന, കുതിര, മാൻ എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം അവരുടെ ചിത്രം മക്കളുടെ മനസ്സിലേക്ക് വന്നാൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിന് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മൾ A-B ക്വസ്റ്റ്യൻസ് ചെയ്തു. ഇനി അതിൽ തന്നെയുള്ള C ക്വസ്റ്റ്യൻ നോക്കിക്കേ. മിത്ര ഹാസ് ലിസ്റ്റഡ് ഡിഫറെൻറ്റ് ക്രീച്ചേഴ്സ് ഇൻ ഹർ EVS ഡയറി. കംപ്ലീറ്റ് ദി ലിസ്റ്റ് ഇൻ ദി ടേബിൾ. അതായത് മിത്ര എന്ത് ചെയ്തു? അവളുടെ പരിസര പഠന പുസ്തകത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന വിവിധ തരം ജീവികളെ പട്ടികപ്പെടുത്തിയിരിക്കുന്നത് പൂർത്തിയാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പം മിത്ര എന്ത് ചെയ്തിട്ടുണ്ട്? അവളുടെ EVS അഥവാ അവരുടെ പരിസര പഠന പുസ്തകത്തിൽ കുറച്ച് ക്രീച്ചേഴ്സിൻ്റെയൊക്കെ പേരുകൾ, ജീവികളുടെയൊക്കെ പേരുകൾ പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നോക്കിക്കേ മക്കളെ, ആ ഒരു ടേബിൾ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ നോക്കിക്കേ, പേരുകൾ തന്നിട്ടുണ്ട് അല്ലേ. സ്നേക്ക്, കമീലിയൻ, അതുപോലെ തന്നെ സ്കിങ്ക്. അതായത് സ്നേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? പാമ്പാണ്. പിന്നെ കമീലിയൻ എന്ന് പറഞ്ഞാൽ ഓന്ത്, സ്കിങ്ക് എന്ന് പറഞ്ഞാൽ അരണയാണ്. ഓക്കെ, ഇത് നെക്സ്റ്റ് നമുക്ക് ഹെഡിങ് അവിടെ തന്നിട്ടുണ്ട്. ദോസ് ഹൂ വാക്ക് എന്നാണ് പറയുക. അതായത് നടക്കുന്നവയാണ് തന്നിട്ടുള്ളത് അല്ലേ, നടക്കുന്നവയാണ്. അത് നമുക്ക് മാൻ എന്നും റാബിറ്റ് എന്നും തന്നിട്ടുണ്ട്. അതായത് മനുഷ്യനെന്നും മുയലെന്നും നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്തൊരു ടേബിളിൽ കുറച്ച് ക്രീച്ചേഴ്സിൻ്റെ പേരുകൾ മാത്രമാണ് തന്നത്. ഡക്ക്, ഡാൾഫിൻ, ഫിഷിൽ, അതായത് താറാവ്, ഡോൾഫിന്, മത്സ്യം എന്നിങ്ങനെ പേരുകൾ തന്നിട്ടുണ്ട്. പിന്നെ ലാസ്റ്റിൽ ദോസ് ഹൂ ഫ്ലൈ, അതായത് പറക്കുന്നവയെ തന്നിട്ടുണ്ട്. ഔള്,
ഫയർഫ്ലൈ അതായത് മിന്നാമിനിങ്, പിന്നെ ഏതെങ്കിലും ഒന്നിൻ്റെ പേര് മക്കളെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് നമുക്ക് ടേബിൾ തന്നിട്ടുള്ളത്. അപ്പം മക്കൾക്ക് ആ ഒരു പട്ടിക കണ്ടാൽ അറിയാം, ചില എണ്ണത്തിൽ എന്താണ് ചില ബോക്സിൽ പേരുകൾ ക്രീച്ചേഴ്സിൻ്റെ പേരുകൾ തന്നിട്ടുണ്ട്, പക്ഷേ അതിന് ഹെഡിങ് തന്നിട്ടില്ല. ചിലതിൽ ഹെഡിങ് തന്നിട്ടുണ്ട്, പക്ഷേ ജീവികളുടെ പേര് കംപ്ലീറ്റ്ലി തന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ആ ഒരു ടേബിള് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. നോക്കിക്കേ മക്കളെ, ഫസ്റ്റ് വൺ നമ്മൾ എന്ത് എഴുതി, അതിൽ നമുക്ക് സ്നേക്ക് അതുപോലെ തന്നെ കമീലിയൻ ഒക്കെയാണ് തന്നിട്ടുള്ളത് അല്ലേ. അതായത് നമ്മുടെ പാമ്പ്, ഓന്ത്, അരണ ഇവയൊക്കെയാണ് തന്നിട്ടുള്ളത്. അവയൊക്കെ ഏത് കാറ്റഗറിയിൽ പെടുന്നതാണ് മക്കളെ? ദോസ് ഹു ക്രൗൾ, അതായത് നമ്മുടെ ഇഴയുന്നവയുടെ കൂട്ടത്തിൽ പെടുന്നവയാണ്. എന്താണ് മക്കളെ? ഇഴയുന്നവയുടെ കൂട്ടത്തിൽ പെടുന്നവയാണ് അവ. ഓക്കെ, അപ്പം മക്കൾ അതാണ് എഴുതേണ്ടത് കേട്ടോ. ദോസ് ഹൂ ക്രൗൾ എന്നാണ് ഇംഗ്ലീഷ് മീഡിയംകാർ എഴുതേണ്ടത്. അടുത്ത നോക്കിയ മക്കൾ ദോസ് ഹൂ വാക്കാണ്. അതിൽ മാനും റാബിറ്റും നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്ത് എഴുതാം, നടക്കുന്നവയുടെ കൂട്ടത്തിൽ നമുക്ക് ഡോഗ് എഴുതാം, ക്യാറ്റ് എഴുതാം അല്ലേ, പൂച്ചയോ നായോ എന്ത് വേണമെങ്കിലും മക്കൾക്ക് ഇഷ്ടമുള്ളത് എഴുതാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് നമുക്ക് ഡക്ക്, ഡോൾഫിൻ, ഫിഷാണ് തന്നത് അല്ലേ. താറാവും ഡോൾഫിനും മീനും ഒക്കെയാണ് തന്നത്. അവ എങ്ങനെയാണ് മക്കളെ? എങ്ങനെയാണ്? യെസ്, ദോസ് ഹൂ സ്വിം, അതായത് നീന്തുന്നവരാണ്. എന്താണ് മക്കളെ? നീന്തുന്നവരാണ് അടുത്തൊരു കുളത്തിൽ വരിക അല്ലേ. നീന്തി പോകുന്നവരാണ്, വെള്ളത്തിലൂടെ നീന്തുന്നവരാണ് അടുത്തത്. അപ്പോൾ അവിടെ നീന്തുന്നവർ എന്നാണ് മക്കൾ എഴുതേണ്ടത് കേട്ടോ, നീന്തുന്നവ. ദെൻ നെക്സ്റ്റ് ദോസ് ഹൂ ഫ്ലൈ, പറക്കുന്നവയാണ്. അവള്, ഫയർഫ്ലൈ. അതുപോലെ തന്നെ പറക്കുന്ന ഏതെങ്കിലും ഒരു പക്ഷിയുടെ പേര് എഴുതിയാൽ മതി. മിസ് അവിടെ ക്രോ എന്ന് എഴുതിയിട്ടുണ്ട്, അതായത് എന്താണ്, കാക്കയാണ്. കാക്കയോ തത്തയോ പ്രാവോ അങ്ങനെ മക്കൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ബേർഡിൻ്റെ പേര് അവിടെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് ഈസി ആയിട്ടുള്ളൊരു പ്രവർത്തനമാണല്ലേ മക്കളെ, നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ്. പക്ഷേ അതിനനുസരിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഇത്. നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, വളരെ ഈസിയാണ്, ചോദിക്കുന്ന ക്വസ്റ്റ്യനുമാണ് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാനായിട്ട് പവർ ഓഫ് ക്ലീൻനെസ്, അതായത് വൃത്തി നൽകും ശക്തി എന്നതാണ് നമ്മുടെ നെക്സ്റ്റ് ആക്ടിവിറ്റിയുടെ പേര് വരുന്നത്. ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. Complete the given words and including the habitat that we should follow to maintain personal hygiene. അതായത് നമ്മുടെ വ്യക്തി ശുചിത്വം ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ മക്കളെ. വ്യക്തി ശുചിത്വം പാലിക്കുന്നതിന് നാം പാലിക്കേണ്ട ശീലങ്ങൾ ഉൾപ്പെടുത്തി പദസൂര്യൻ തയ്യാറാക്കൂ. അപ്പോൾ പേഴ്സണൽ ഹൈജീനെ കുറിച്ചിട്ടാണ് നമുക്ക് ചോദ്യം വന്നത്. വ്യക്തി ശുചിത്വത്തെ കുറിച്ചിട്ട് ഉള്ള ചോദ്യമാണ് നമുക്ക് തന്നത്. വ്യക്തി ശുചിത്വം പാലിക്കാനായിട്ട് നാം വ്യക്തി ശുചിത്വത്തിനായിട്ട് നാം പാലിക്കേണ്ട ശീലങ്ങൾ എന്തൊക്കെയാണെന്ന് ഉൾപ്പെടുത്തിയിട്ട് താഴെ തന്നിട്ടുള്ള ഒരു വേർഡ്സാണ്. അതായത് പദസൂര്യൻ കംപ്ലീറ്റ് ചെയ്യാനാണ്. മെയിൻറ്റെയിൻ പേഴ്സണൽ ഹൈജീൻ, അതായത് വ്യക്തി ശുചിത്വം പാലിക്കാനായിട്ട് ഒരു പോയിന്റ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. വെയർ ക്ലീൻ ഡ്രസ്, അതായത് വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക അല്ലെ. നമുക്കറിയാം നമുക്ക് പേഴ്സണൽ ഹൈജീനായിട്ട് വ്യക്തി ശുചിത്വത്തിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നമ്മൾ നല്ല വൃത്തിയുള്ള ക്ലീൻ ആയിട്ടുള്ള നീറ്റായിട്ടുള്ള ഡ്രസ്സ് വേണം നമ്മൾ ധരിക്കാനായിട്ട്. ഒരു പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് മക്കളെ നോക്കിക്കേ. ബ്രഷ് യുവർ ടീത്ത് ട്വൈസ് എ ഡേ, കീപ് ടീത്ത് ഹെൽത്തി, അതായത് 2 നേരം എന്ത് ചെയ്യാൻ മക്കളെ, പല്ല് തേക്കാൻ. 2 നേരം മക്കൾ എന്ത് ചെയ്യണം, 2 നേരം പല്ല് തേക്കണം. 2 നേരം പല്ല് തേക്കണം നിർബന്ധമാണ് കേട്ടോ. രാത്രിയൊക്കെ ഫുഡ് കഴിച്ചാൽ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം മക്കൾ, പല്ല് തേക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ നോക്കിക്കേ. വാഷ് ഹാൻഡ്സ് വിത്ത് സോപ്പ് ബിഫോർ ഈറ്റിംഗ് ആൻഡ് ആഫ്റ്റർ യൂസിങ് ദി ടോയ്ലറ്റ്, അതായത് നമ്മൾ ടോയ്ലറ്റിൽ പോയി വന്നതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ സോപ്പ് കൈ നന്നായിട്ട് സോപ്പിട്ട് കഴുകുക. ഓക്കെ, വാഷ് ഹാൻഡ്സ് വിത്ത് സോപ്പ് ബിഫോർ ഈറ്റിംഗ് ആൻഡ് ആഫ്റ്റർ യൂസിങ് ദി ടോയ്ലറ്റ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുന്നേയും അതുപോലെ തന്നെ ടോയ്ലറ്റിലൊക്കെ പോയി വന്നതിനൊക്കെ ശേഷവും നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് കൈ സോപ്പിട്ട് കഴുകുക. അത് നിങ്ങൾക്ക് 2 പോയിൻ്റ് ആക്കിയിട്ട് എഴുതാം കേട്ടോ. ഒന്ന് നിങ്ങൾക്ക് എഴുതാം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും എന്ത് ചെയ്യുക, കൈ സോപ്പിട്ട് കഴുകുക അല്ലെങ്കിൽ കൈ നന്നായിട്ട് കഴുകുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ടോയ്ലറ്റിൽ പോയി വന്നതിന് ശേഷവും എന്ത് ചെയ്യണം, നമ്മൾ കൈ സോപ്പ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കഴുകണം. അപ്പോൾ അത് 2 പോയിൻ്റ് ആക്കി എഴുതാവുന്നതാണ്, അവിടെ ഒറ്റ പോയിൻ്റായിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ്, കൈ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകുക. ദെൻ ബാത്ത് എവറി ഡേ ടു കീപ് ദി ബോഡി ക്ലീൻ, ദിവസവും എന്ത് ചെയ്യുക മക്കളെ, കുളിക്കണം. ദിവസവും കുളിക്കുക, അത് നമ്മുടെ വ്യക്തി ശുചിത്വത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ദിവസവും എന്ത് ചെയ്യുക, ദിവസവും നമ്മൾ കുളിക്കണം അല്ലേ, ദിവസവും നമ്മൾ കുളിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിൻറ്റ്സൊക്കെ. പിന്നെ കൈ കഴുകുന്നത് അല്ലേ, അത് മക്കൾ എഴുതുക കേട്ടോ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോയിൻ്റ്, ഒന്നെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും കൈ കഴുകുക എന്നുള്ളത്, അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോയി വന്നതിന് ശേഷം കൈ കഴുകുക എന്നുള്ളത്. ഓക്കെ, പിന്നെ എന്തൊക്കെയുണ്ട് മക്കളെ, നമ്മൾ നഖം മുറിക്കണം അല്ലേ. നമ്മൾ വീക്കിലി എന്ത് ചെയ്യണം, നമ്മുടെ ആഴ്ചയിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ നഖം മുറിക്കണം. അതുപോലെ തന്നെ മുടി ചീകി വൃത്തിയാക്കണം, മുടി വെട്ടണം അല്ലേ. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് നമ്മുടെ വ്യക്തി ശുചിത്വവുമായി
ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ അത് മക്കൾ മനസ്സിലാക്കി വെക്കുക. നമുക്ക് ഇത്തരത്തിൽ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇനി അടുത്തൊരു ചോദ്യത്തിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് മിസ്സിന് മറ്റൊരു കാര്യം പറയാനായിട്ടുണ്ട്. നമ്മൾ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള, അതായത് LP UP ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ വേഗം നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പം നമുക്ക് നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് ക്ലാസ് അവൈലബിൾ ആയിരിക്കും. വീഡിയോ ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകളും അതുപോലെ തന്നെ ഓരോ ക്ലാസ്സിന് ശേഷം മക്കൾക്ക് എത്രത്തോളം ക്ലാസ്സുകളൊക്കെ മനസ്സിലായി എന്നറിയാനായിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് ഒരു ക്വിസും നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ. അധികമൊന്നും ഫീ വരുന്നില്ല, വെറും 100 രൂപ മാത്രമാണ് മന്ത്ലി നിങ്ങൾക്ക് ഫീ വരുന്നത്. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. അപ്പം LP UP ക്ലാസ്സുകൾക്ക് പുറമേ നമ്മൾ LKG UKGയിൽ പഠിക്കുന്ന കുഞ്ഞു കൂട്ടുകാർക്കും നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെയുള്ള ക്ലാസ്സുകൾ നമ്മുടെ വെക്കേഷനിൽ സ്റ്റാർട്ട് ചെയ്യും. LKG UKGയിൽ പഠിക്കുന്ന കൂട്ടുകാർക്കാണെങ്കിൽ അവർക്ക് അക്ഷരങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാവുന്ന രീതിയിലായിരിക്കും നമ്മൾ ക്ലാസ് കൊടുക്കേണ്ടായിരിക്കുക. അപ്പോൾ അവർക്കും മന്ത്ലി വെറും 100 രൂപ മാത്രമാണ് ക്ലാസ്സിൽ വരുന്നത്. താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ചെയ്തോളൂ കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളിലൂടെ കൂട്ടുകാർക്ക് നിങ്ങളുടെ വീട്ടിലുള്ളവരുമായിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റു കൂട്ടുകാരുമായിട്ടൊക്കെ ഈസി ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനും അതുപോലെ തന്നെ ഇംഗ്ലീഷൊക്കെ നല്ല രീതിയിൽ എഴുതാനും വായിക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധ്യമാവും. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർക്ക് ആ ഒരു കോഴ്സിലേക്കും ജോയിൻ ചെയ്യുക കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ഇംഗ്ലീഷും മലയാളവും മാത്സൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കൂട്ടുകാരുണ്ടാവില്ലേ, എഴുതാനും വായിക്കാനൊക്കെ കുറച്ച് പ്രയാസപ്പെടുന്ന കൂട്ടുകാരുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും തന്നെ വിഷമിക്കേണ്ട. നമ്മുടെ വെക്കേഷനിൽ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ കോഴ്സ് തരുന്നുണ്ട് കേട്ടോ. അതായത് എഴുതാനും വായിക്കാനൊക്കെ പ്രയാസപ്പെടുന്ന കൂട്ടുകാർക്ക് അവർക്ക് നമ്മൾ മാത്സ്, ഇംഗ്ലീഷ് അതുപോലെ തന്നെ മലയാളം എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകൾ കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും കോഴ്സ് മക്കൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മുടെ അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇറ്റ് വാസ് ഡിസൈഡഡ് ടു ക്ലീൻ ദി സ്കൂൾ ആൻഡ് ഇറ്റ്സ് സറൗണ്ടിങ് അണ്ടർ ഹൈജീൻ ക്ലബ്. വാട്ട് തിങ്സ് ആർ ടു ബി ഓർഡർ ടു കീപ്പ് ഈച്ച് ഏരിയ ക്ലീൻ. അതായത് ശുചിത്വ ക്ലബിൻ്റെ നേതൃത്വത്തിൽ സ്കൂളും പരിസരവും വൃത്തിയാക്കാൻ തീരുമാനിച്ചു. ഓരോ ഇടവും വൃത്തിയായി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്നാണ് ചോദിച്ചത്. അതായത് നോക്കിക്കേ മക്കൾ, നമ്മുടെ ക്ലാസ് റൂം അല്ലേ, ക്ലാസ് റൂം, കിച്ചൺ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കൾ, നമ്മുടെ അടുക്കള അല്ലേ, നമ്മുടെ ക്ലാസ് റൂം, അടുക്കളയും അതുപോലെ തന്നെ നമ്മുടെ വാഷ്റൂമൊക്കെ വൃത്തിയായിട്ടിരിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നത് മക്കളോട് ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലേ. അപ്പോൾ EVS അഥവാ പരിസര പഠനം എന്ന് പറയുമ്പോൾ അതിലുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. അതായത് നമ്മളിപ്പോൾ ടെക്സ്റ്റ് ബുക്ക് അധികം നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിലും നമുക്ക് കുറേയൊക്കെ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. കാര്യം നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്ന കാര്യങ്ങളാണ്, നമ്മൾ ഡെയിലി കാണുന്നതും ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണല്ലേ. ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ അതിൽ പെടുന്നതാണ് കേട്ടോ. നമുക്കൊക്കെ ഓൾറെഡി ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണെന്നുള്ളത് അറിയാം, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന കൂട്ടുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്കായിരിക്കും കുറച്ചും കൂടി ഒരു പ്രയാസം വരെ. കാര്യം അതിന് ആൻസേഴ്സൊക്കെ നമുക്ക് ഇംഗ്ലീഷിൽ എഴുതണം അല്ലേ. അതാണ് മിസ് നേരത്തെ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ചേരുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഈസി ആയിട്ട് ഇംഗ്ലീഷൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നോക്കിക്കേ, ഫസ്റ്റ് വൺ എന്താണ്, സ്കൂൾ സറൗണ്ടിങ്സ് ആണല്ലോ. അതായത് സ്കൂളിൻ്റെ ചുറ്റുപാടും വൃത്തിയായിട്ടിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, യൂസ് ഡസ്റ്റ്ബിൻ ഫോർ വേസ്റ്റ് അല്ലേ. നമ്മൾ എന്ത് വെക്കണം മക്കളെ, ഡസ്റ്റ്ബിന് വേണം അല്ലേ. അതായത് വേസ്റ്റ് ഇടുന്ന ഒരു കൊട്ട നമുക്ക് എന്ത് വേണം ഉണ്ടെങ്കിൽ മാത്രമേ സ്കൂളിൻ്റെ പരിസരം വൃത്തിയായിട്ട് ഇരിക്കുള്ളൂ അല്ലേ. ഇല്ലെങ്കിൽ നമ്മൾ അതിനൊപ്പം കഴിക്കുന്ന എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് അല്ലെങ്കിൽ ബുക്കിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, വേസ്റ്റ് ബിൻ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ അവിടെ എവിടെയെങ്കിലും കൊണ്ട് കളയൂല. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡസ്റ്റ്ബിന്ന് നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, ദെൻ ക്ലാസ് റൂം നീറ്റായിട്ട് ഇരിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് മക്കളെ, ഡു നോട്ട് ത്രോ പേപ്പർ ഓർ വേസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, പേപ്പറും വേസ്റ്റൊന്നും വലിച്ചെറിയരുത് അല്ലേ, തറയിലേക്ക് ഇടരുത്. അതൊക്കെ എന്ത് ചെയ്യുക, ഡസ്റ്റ്ബിന്നിൽ തന്നെ നമ്മൾ കീപ്പ് ചെയ്യുക. ദെൻ കിച്ചൺ, അടുക്കളയിലാണ് ക്ലീൻ ദി യൂട്ടൻസിൽസ് ആഫ്റ്റർ യൂസ്. അതായത് ഒരു ഉപയോഗത്തിന് ശേഷം എന്ത് ചെയ്യുക, എല്ലാ സാധനവും നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന സ്പൂണ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ ഇല്ല മക്കളെ, അതൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ നന്നായിട്ട് വൃത്തിയായിട്ട് വെക്കുക അല്ലേ. അതെന്താണ്, അത് നമ്മുടെ അടുക്കളയിൽ ഒരു വൃത്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നാണ്. നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന എല്ലാ പാത്രങ്ങളും എന്ത് ചെയ്യുക, നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ച് കഴുകി വെക്കുക അല്ലേ. ഓക്കെ, ദെൻ വാഷ്റൂം ആണെങ്കിൽ എന്താണ്, ഫ്ലഷ് ദി ടോയ്ലറ്റ് ആഫ്റ്റർ യൂസിൽ. അതായത് നമ്മൾ ടോയ്ലറ്റ് യൂസ് ചെയ്തതിന്
ശേഷം എന്ത് ചെയ്യുക, നന്നായിട്ട് ഫ്ലഷ് ചെയ്ത് കളയുക, അതായത് വെള്ളം യൂസ് ചെയ്യുക അല്ലേ, വെള്ളം ഒഴിച്ച് കഴുകി വൃത്തിയാക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. ഇംഗ്ലീഷ് മീഡിയം കൂട്ടുകാരെന്തേ ജസ്റ്റ് അതൊക്കെ ഒന്ന് സെൻറ്റൻസിലോട്ട് എഴുതാനായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചാൽ നന്നായിരിക്കും കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. മൂന്നാമത്തെ പ്രവർത്തനമാണ് റെയിൻ റെയിൻ റെയിൻ, അതായത് മഴ 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 എന്നുള്ളൊരു പ്രവർത്തനമാണ്. ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. Sanu and his friends recorded the amount of rain on various days using a rain gauge. Examine the table they have prepared and answer the following questions എന്നാണ് പറഞ്ഞത്. ക്വസ്റ്റ്യൻ മലയാളം മീഡിയത്തിലോ നോക്കിക്കുക മക്കളെ. നമ്മുടെ സാനുവും കൂട്ടുകാരും മഴമാപിനി ഉപയോഗിച്ച് കണ്ടെത്തിയ വിവിധ ദിവസങ്ങളിലെ മഴയുടെ അളവാണ് താഴെ കൊടുത്തിരിക്കുന്നത്. പട്ടിക പരിശോധിച്ച് കണ്ടെത്തലുകളും രേഖപ്പെടുത്തൂ എന്നാണ് പറഞ്ഞത്. ഇത് നമുക്ക് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. കാര്യം നമുക്ക് ഏകദേശം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ആൻസർ ഏതൊക്കെയാണെന്നുള്ളത് കണ്ടെത്തിയിട്ട് എഴുതാൻ പറ്റുന്ന ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമുക്ക് എന്തായാലും മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ മക്കളെ. അപ്പം നമുക്ക് മഴമാപിനി ഉപയോഗിച്ച് അളന്ന് കണ്ടെത്തിയിട്ടുള്ള ഓരോ ദിവസത്തിൻ്റെയും റെയിൻ്റെ ആ ഒരു അളവ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. നോക്കിക്കുക മക്കൾ. ഫസ്റ്റിൽ നമുക്ക് ഡേറ്റ്, ദെൻ ലഭിച്ച മഴയാണല്ലേ 11/9/2024 4 സെമി, ദെൻ 12/9/2024 3 സെമി, 13/9/2024 8 സെമി, അങ്ങനെ 9 സെമി 10 സെമി 4 സെമി 6 സെമി എന്നൊക്കെ പറഞ്ഞ് ഓരോ ഡേറ്റ് തന്നിട്ട് നമുക്ക് അവിടെ തന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, ദെൻ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. വിച്ച് ഡേ ഹാഡ് ദി ഹയസ്റ്റ് റെയിൻഫോൾ, അതായത് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച ദിവസമാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കിക്കേ മക്കളെ, ഏറ്റവും കൂടുതൽ ഇവിടെ നോക്കിക്കേ 10 സെൻമിയല്ലേ ഏറ്റവും കൂടുതൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ബാക്കിയെല്ലാം അതിന് കുറവല്ലേ മക്കളെ. അത് ഏത് ഡേറ്റിലാണ്? യെസ്, 15/9/2024 ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. വിച്ച് ഡേയ്സ് ഹാഡ് ദി സെയിം എമൗണ്ട് ഓഫ് റെയിൻഫാൾ, അതായത് ഒരേ അളവ് മഴ ലഭിച്ച ദിവസങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് നോക്കിക്കേ മക്കളെ. ഇവിടെ നമുക്ക് 4 സെമിയാണ്, ഇവിടെയും 4 സെമി, അതായത് 11-ാം തീയതിയും 16-ാം തീയതിയും നമുക്ക് എന്താണ് മക്കളെ സെയിം എമൗണ്ട് ആണ് ലഭിച്ചിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ഡേ ഹാഡ് ദി ലോവസ്റ്റ് റെയിൻഫോൾ, അതായത് ഏറ്റവും കുറവ് മഴ ലഭിച്ച ദിവസം ഏതാണ് മക്കളെ? ഏറ്റവും കുറവ് മഴ ലഭിച്ചിട്ടുള്ള ദിവസം ഇവിടെ 3 സെമിയാണുള്ളത്. അതേതാണ്? 12-ാം തീയതിയാണ് വരുന്നത്. പറഞ്ഞത് മനസ്സിലായോ മക്കളെ? ഈസി അല്ലേ? എല്ലാ ക്വസ്റ്റ്യൻ്റെയും ആൻസർ നമുക്ക് തന്നിട്ടുള്ള ആ ഒരു ടേബിളിൽ അവിടെ ഉണ്ട് അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. ആക്ടിവിറ്റി 4 ഏരിയാസ് ആൻഡ് ഒക്യുപ്പേഷൻസ് എന്നതാണ്, അതായത് ഇടവും തൊഴിലും എന്നതാണ്. നോക്കിക്കേ. കേരള ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 3 നാച്ചുറൽ റീജിയൻസ് അക്കോർഡിംഗ് ടു ഇറ്റ്സ് ടോപ്പോഗ്രഫി. ഒബ്സർവ് ദി മാപ്പ് ആൻഡ് റൈറ്റ് ഡൗൺ ദ നെയിംസ്, അതായത് നമ്മുടെ ഭൂപ്രകൃതിക്ക് അനുസരിച്ച് കേരളത്തെ 3ആയി തരംതിരിച്ചിരിക്കുന്നു. ചുവടെ നൽകിയ ഭൂപടം നിരീക്ഷിച്ച് അവ ഏതൊക്കെയെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, നമുക്കറിയാവുന്നതാണ്. എങ്ങനെയൊക്കെയാണ് മക്കളെ നമ്മുടെ കേരളത്തെ 3ആയിട്ട് ഭൂപ്രകൃതിക്ക് അനുസരിച്ച് തരംതിരിച്ചിട്ടുള്ളത്? ഹൈ റേഞ്ചിൽ, അതായത് മലനാട്, മിഡ്ലാൻഡ്, ഇടനാട്, ദെൻ കോസ്റ്റൽ ഏരിയ തീരപ്രദേശം. മലനാട്, ഇടനാട്, തീരപ്രദേശം, ഹൈലാൻഡ്, മിഡ്ലാൻഡ്, അതുപോലെ തന്നെ കോസ്റ്റൽ ഏരിയ. ഈസി അല്ല മക്കളെ? ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. മിസ്സിന് തോന്നുന്നു ഈ ഒരു EVSലെ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, അതുപോലെ തന്നെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആണ് കേട്ടോ. നിർബന്ധമായിട്ട് മക്കൾ പഠിച്ചു പോവുക. ഓക്കെ, അപ്പം 3ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത് അല്ലേ. ദെൻ അതിൽ തന്നെയുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ബേസ്ഡ് ഓൺ ദി ഫീച്ചേഴ്സ് ഓഫ് ഈച്ച് റീജിയൻ ഇൻ കേരള ദ ഒക്യുപ്പേഷൻസ് റീജിയൻ ഡിഫർ. കംപ്ലീറ്റ് ദി ടേബിൾ, ഐഡൻറ്റിഫൈ ദി ടൈപ്പ് ഓഫ് ടോപ്പോഗ്രഫി റിലേറ്റഡ് ടു ദി ഗിവൺ ഒക്യുപ്പേഷൻസ്, അതായത് കേരളത്തിലെ ഓരോ പ്രദേശത്തിൻ്റെയും പ്രത്യേകതകൾക്കനുസരിച്ച് അവിടുത്തെ തൊഴിലുകൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. താഴെ പറയുന്ന പട്ടികകളിൽ ഏത് ഭൂപ്രകൃതിയുമായി ചേർന്ന് വരുന്നവയാണെന്ന് കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കൂ. ഓക്കെ മക്കളെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഒക്യുപ്പേഷൻ പിന്നെ റീജിയൻസ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, അതിൽ നമുക്ക് ഒക്യുപ്പേഷനിൽ നമുക്ക് ഫിഷിങ് അല്ലേ, മത്സ്യബന്ധനമാണ് ആദ്യം തന്നത്. പിന്നെ റബ്ബർ ടാപ്പിങ്, അതുപോലെ തന്നെ പ്ലാന്റേഷനിൽ, അതായത് തേയില കൃഷി. ഓക്കെ, അതൊക്കെ എവിടെയാണ് മക്കളെ? ഫിഷിങ് എവിടെയാണ്? കോസ്റ്റൽ ഏരിയയിലാണ് അല്ലേ, തീരപ്രദേശത്താണ്. ദെൻ റബ്ബർ ടാപ്പിംഗ് എവിടെയാണ് മക്കളെ പറ്റുക? യെസ്, മിഡ്ലാൻഡിലാണ് അല്ലേ, മിഡ്ലാൻഡിലാണ്, ഇടനാടിലാണ് പറ്റുക. ദെൻ പ്ലാന്റേഷൻ, തേയില കൃഷി എവിടെ പറ്റുക? ഹൈ റേഞ്ചിലാണ് പറ്റുക, മലനാടിലാണ് തേയില കൃഷി അല്ലേ. അത് നമുക്ക് അറിയാവുന്നതാണ്, മലനാടിലാണ് എന്ത്? തേയില കൃഷി. ഓക്കെ, മലനാടിലാണ് എന്ത്? തേയില കൃഷി. ദെൻ റബ്ബർ ടാപ്പിംഗ് എവിടെ വരും? ഇടനാടാണ് വരിക, മിഡ്ലാൻഡിലെ ഇടനാടാണ് വരിക. ദെൻ ഫിഷിങ് അല്ലെ, മത്സ്യബന്ധനം എവിടെ വരും മക്കളെ? അത് ഓഫ് കോഴ്സ് നമുക്കറിയാം എവിടെയാണ്? തീരപ്രദേശമാണ് വരിക. ഓക്കെ,
ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ? ഒന്ന് ആലോചിച്ചാൽ ആൻസറിലോട്ട് എത്താൻ പറ്റും കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യന് കുറച്ചൊന്ന് ചിന്തിക്കാനുള്ളൊരു ക്വസ്റ്റ്യനാണ്. ക്ലിയർ? ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കുക മക്കളെ. ആക്ടിവിറ്റി 5 സേഫ് ജേർണി എന്നത്, അതായത് സുരക്ഷിത യാത്ര. ഒബ്സർവ് ദി പിക്ചർ ആൻഡ് റൈറ്റ് ഡൗൺ ദി കോണ്ടെക്സ്റ്റ് ഇൻ വിച്ച് ട്രാഫിക് റൂൾസ് ആർ ഒബെയ്ഡ്. അതായത് ചിത്രത്തിൽ ട്രാഫിക് നിയമങ്ങൾ കൃത്യമായി പാലിക്കപ്പെടുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയെന്ന് എഴുതുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പിക്ചർ നോക്കിക്കുക മക്കളെ. നിങ്ങൾക്ക് നല്ലൊരു തിരക്കുള്ളൊരു ടൗണാണ്. ഒരുപാട് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. സീബ്ര ലൈൻ ഉണ്ട്. സീബ്ര ലൈനിലൂടെ എന്ത് ചെയ്യാണ്, ആളുകൾ അവിടെ ആ ഒരു സ്ഥലത്തൂടെയാണ് ആളുകൾ റോഡ് മുറിച്ച് കിടക്കാനായിട്ട് നോക്കുന്നത് അല്ലേ. ഓക്കെ മക്കളെ, അപ്പം ചിത്രത്തിൽ ട്രാഫിക് നിയമങ്ങൾ കൃത്യമായി പാലിക്കപ്പെടുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നോക്കിക്കേ നമുക്ക് എന്തൊക്കെ എഴുതാം. ഒന്ന് നമുക്ക് പറയാമല്ലോ, അവിടെ ഈ ട്രാഫിക് സിഗ്നലിലൊക്കെ അതിനനുസരിച്ചിട്ടാണ് വെഹിക്കിൾസൊക്കെ പോകുന്നതിൽ നമുക്ക് ആ ഒരു പിക്ചർ നോക്കിയാൽ കാണാമല്ലേ. അതായത് നമുക്കറിയാം ട്രാഫിക് സിഗ്നലിൽ റെഡ് ലൈറ്റ് കാണുന്ന സമയത്ത് എന്ത് ചെയ്യണം, വാഹനങ്ങൾ നിർത്തുകയാണ് ചെയ്യുന്നത്. ഗ്രീൻ ലൈറ്റ് കാണുന്ന സമയത്താണ് വാഹനങ്ങൾ എന്ത് ചെയ്യുക, പോകുന്നത് അല്ലേ. പിന്നെ അതുപോലെ തന്നെ കാൽനട യാത്രക്കാരുടെ കാര്യം നമ്മൾ പറഞ്ഞു. അവരിങ്ങനെ നടക്കുന്നത് സീബ്ര ക്രോസിങ്ങിലൂടെയാണ് അല്ലേ. അപ്പോൾ ആ 2 പോയിൻറ്റ്സാണ് മിസ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വെഹിക്കിൾ സ്റ്റോപ്പ് വെൻ ദി ട്രാഫിക് സിഗ്നൽ ഷോസ് റെഡ് ലൈറ്റ്. അതുപോലെ പെഡസ്ട്രിയൻസ്, അതായത് കാൽനട യാത്രക്കാരാണ് ക്രോസ് ദി റോഡ് ത്രൂ ദി സീബ്ര ക്രോസിങ്. സീബ്ര ക്രോസിങ്ങിലൂടെ വേണം അവർ നടക്കാനായിട്ട് അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള പോയിൻറ്റ്സ് മക്കൾ എഴുതുക കേട്ടോ. ദെൻ അതിൽ തന്നെ നമുക്കൊരു ബി ക്വസ്റ്റ്യൻ ഉണ്ട്. റൈറ്റ് ഡൗൺ യുവർ ഒപ്പീനിയൻ ഓൺ ദി നീഡ് ഓഫ് ഒബെയിങ് ട്രാഫിക് റൂൾസ്. അതായത് ട്രാഫിക് നിയമങ്ങൾ പാലിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കുറിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ മക്കളെ, അപ്പോൾ നോക്കിക്കേ മക്കളെ, എന്തൊക്കെ റൂൾസാണ് നമ്മൾ ഒബേ ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം, നിങ്ങളുടെ അഭിപ്രായമാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പം മക്കൾ എന്ത് ചെയ്യുക, അതൊന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മൾക്ക് റോഡിലൂടെ പോകുന്ന സമയത്തില്ലേ, ഇപ്പോൾ ഒക്കെ സ്ഥിരം നിങ്ങൾക്ക് ന്യൂസിലും മറ്റുമായിട്ട് കാണുമ്പോൾ ഒരുപാട് ആക്സിഡൻറ്റ്സ് റോഡിലും മറ്റുമായിട്ടൊക്കെ നടക്കുന്നുണ്ടല്ലേ. കാര്യം എന്താണ്, മിക്കപ്പോഴും ഈ ഒരു ട്രാഫിക് റൂൾസ് ഒബേ ചെയ്യാത്തത് കൊണ്ടാണ് അത്തരം ആക്സിഡൻറ്റ്സ് ഒക്കെ കൂടി വരുന്നത് അല്ലേ. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മക്കൾ നിങ്ങളുടെ അഭിപ്രായം എഴുതേണ്ടത്. നോക്കിക്കേ, ട്രാഫിക് റൂൾസ് കീപ് അസ് സേഫ് ഓൺ ദി റോഡ്. അതായത് ഗതാഗത നിയമങ്ങൾ നമ്മളെ റോഡിൽ കൂടുതൽ സുരക്ഷിതമാക്കുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ. അതുകൊണ്ട് തന്നെ എന്ത് വേണം, നമുക്ക് ട്രാഫിക് റൂൾസ് നമ്മൾ പാലിക്കേണ്ടതും അല്ലേ. അതിൻ്റെ ഒരു ആവശ്യകതയുണ്ട്. നമ്മൾ പലപ്പോഴും ഒരു പക്ഷേ നമുക്ക് മറ്റുള്ള സ്ഥലത്തേക്കൊക്കെ വേഗത്തിലെത്താനും മറ്റൊക്കെ എന്ത് ചെയ്യും, നമ്മൾ കുറച്ച് സ്പീഡിൽ പോകും. അതുപോലെ തന്നെ 2 വീലർ അല്ലേ, ഇരുചക്ര വാഹനങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ പലപ്പോഴും ഹെൽമെറ്റും മറ്റും ധരിക്കാതെയൊക്കെ പോകാറുണ്ട് അല്ലേ. ഓക്കെ, അതൊക്കെ ധരിക്കാനായിട്ടൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ് മക്കളെ, നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി തന്നെയാണ് അല്ലേ. പലപ്പോഴും 2 വീലറിൻ്റെ ആക്സിഡൻറ്റ്സ് ഒക്കെ ഒരുപാട് നടക്കാറുണ്ട് അല്ലേ. അതിൽ നമുക്ക് പലപ്പോഴും എങ്ങനെയാണ് മരണം സംഭവിക്കുന്നത്, നമ്മുടെ തലയൊക്കെ റോഡിൽ ഇടിച്ചൊക്കെയാണ് മരണം സംഭവിക്കുന്നത് അല്ലേ. ആ സമയത്ത് നമ്മൾ ഹെൽമെറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് അവിടെ നിന്ന് തടഞ്ഞു നിർത്താനായിട്ട് പറ്റൂലേ, മരണം ഇല്ലാതെ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മളത് ചിന്തിക്കുന്നില്ല അല്ലേ. അപ്പോൾ ഈ ഒരു ഗതാഗത നിയമങ്ങളൊക്കെ എന്താണ്, നമ്മുടെ റോഡിൽ നമ്മൾ കുറച്ചും കൂടി സേഫ് ആക്കുകയാണ്, സുരക്ഷിതമാക്കുകയാണ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ നോക്കിക്കേ, ദേ ഹെൽപ്പ് ടു അവോയ്ഡ് ആക്സിഡൻറ്റ് അല്ലേ. അതായത് അവ എന്ത് ചെയ്യുന്നുണ്ട്, അപകടങ്ങൾ ഒഴിവാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് അല്ലേ. ട്രാഫിക് റൂൾസ് നമുക്ക് പറയാം, ആ ഒരു സിഗ്നൽ ലൈറ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതായത് റെഡ് കത്തിയാൽ എന്തെങ്കിലും വാഹനങ്ങൾ നിൽക്കണം, ഗ്രീൻ കത്തിയാലാണ് വാഹനങ്ങൾ പോവേണ്ടത് അല്ലേ. അതൊക്കെ ഒരുപാട് ആക്സിഡൻറ്റ്സ് ഒഴിവാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഈ ജംഗ്ഷനൊക്കെ വരുന്ന സമയത്ത് 4 ഭാഗത്തുനിന്ന് വാഹനങ്ങൾ അങ്ങനെ വരുന്ന സമയത്ത് ആക്സിഡൻറ്റ്സ് ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ് അല്ലേ. ആ ഒരു സ്ഥലത്ത് ഈ ഒരു സിഗ്നൽ ലൈറ്റ് നിർബന്ധമാണ്. അതിനനുസരിച്ച് പോയാൽ മാത്രമേ എന്താവുള്ളൂ, ആക്സിഡൻറ്റ്സ് ഇല്ലാതെ ആവുള്ളൂ അല്ലേ. ദെൻ നെക്സ്റ്റ് വൺ നോക്കിക്കേ, ദേ ഹെൽപ്പ് വെഹിക്കിൾസ് മൂവ് സ്മൂത്ത്ലി ഓൺ ദി റോഡ്. അതായത് വാഹനങ്ങൾക്ക് റോഡിലൂടെ സുഗമമായിട്ട് സഞ്ചരിക്കാനായിട്ട് അല്ലേ, സുഗമമായിട്ട് സഞ്ചരിക്കാനായിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഈ ട്രാഫിക് നിയമങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം നമുക്ക് കാണാം, ഇപ്പോൾ ഒരു റോഡാണെങ്കിൽ റോഡിൻ്റെ നടുവിലൂടെ ഒരു വൈറ്റ് ലൈൻ നമുക്ക് കാണാം അല്ലേ. അപ്പം അവിടേക്ക് പോകുന്ന വാഹനങ്ങളുടെ സൈഡിലൂടെയും ഇങ്ങോട്ട് വരുന്ന വാഹനങ്ങൾ ആ ഒരു ലൈനിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടിയൊക്കെയാണ് വരുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ എന്താണ്, ആ വാഹനങ്ങൾക്ക് ഈസി ആയിട്ട് നല്ല സ്മൂത്തായിട്ട് റോഡിലൂടെ പോകാനായിട്ട് കഴിയുന്നുണ്ട് അല്ലേ. അല്ലാതെ ഇതിപ്പോൾ ഇങ്ങനെ റോഡ് ഉണ്ടാകുന്ന സമയത്ത് ഒരു സൈഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാഹനങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് ഡിഫിക്കൽട്ടായിരിക്കും പോകാനായിട്ടില്ലേ. അപ്പം വലിയൊരു റോഡിലൂടെയൊക്കെ പോകുന്ന സമയത്ത്, നമ്മുടെ മെയിൻ റോഡിലൂടെയൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം അങ്ങനെ റോഡിന് 2 പാർട്ടായിട്ടൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അല്ലേ. അതൊക്കെ നമുക്ക് കുറച്ച് ഈസി ആയിട്ട് സ്മൂത്തായിട്ട് റോഡിലൂടെ പോകാനായിട്ട് സഹായിക്കുന്നതാണ്. ഓക്കെ മക്കളെ, അപ്പോൾ അത് ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. മക്കൾ എന്ത് ചെയ്യുക, നല്ല രീതിയിലൊന്ന് വായിച്ച് ആൻസർ ചെയ്താൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കും മക്കളെ. പുട്ട് എ ടിക്ക് മാർക്ക് എഗെയിൻസ്റ്റ് എ സ്യൂട്ടബിൾ ട്രാഫിക് സിഗ്നൽ ടു ബി പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ്
സ്കൂൾ. അതായത് താഴെ കൊടുത്തിരിക്കുന്ന ട്രാഫിക് അടയാളങ്ങളിൽ വിദ്യാലയത്തിന് മുന്നിൽ സ്ഥാപിക്കാൻ അനുയോജ്യമായിട്ടുള്ളതിനെ ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഏതാ മക്കളെ? നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ നോക്കിക്കുക, എന്താണ്? ഹോണിൻ്റെ ചിത്രമാണ് അല്ലേ. പിന്നെയുള്ളത് ഹോസ്പിറ്റലിൻ്റെ ചിത്രമാണ്. ഈ ഫോർത്ത് വൺ നോക്കിക്കുക മക്കളെ, അതാണ് നമ്മുടെ സ്കൂളിൻ്റെ മുന്നിൽ നമ്മൾ കാണലല്ലേ. ഇനിയിപ്പോൾ ഏതെങ്കിലും കൂട്ടുകാർ ആ ഒരു സൈൻ കണ്ടിട്ടില്ലെങ്കിൽ അടുത്ത ദിവസം നിങ്ങൾ സ്കൂളിൽ പോകുന്ന സമയത്ത് നോക്കുക. നിങ്ങളുടെ സ്കൂളിൻ്റെ ഗേറ്റിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ആ പരിസരത്തൊക്കെ ആയിട്ട് ഇതുപോലെ ഒരു സൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് 2 കുട്ടികൾ ഒരു ബാഗൊക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു പോകുന്ന രീതിയിലുള്ളൊരു പിക്ചർ. അതാണ് നമ്മൾ എവിടെ സ്ഥാപിക്കുക? നമ്മുടെ സ്കൂളിൻ്റെ മുന്നിലൊക്കെ ആ ഒരു സൈൻ ബോർഡ് കാണുന്ന സമയത്ത് മനസ്സിലാവും എന്ത് മക്കളെ? അടുത്ത സ്കൂളുണ്ട്, വാഹനങ്ങളൊക്കെ പതുക്കെ പോവുക അല്ലെങ്കിൽ ശ്രദ്ധിച്ച് പോവുക എന്നുള്ളൊരു ഇൻഫോർമേഷൻ പാസ് ചെയ്യാനാണ് നമ്മൾ അത്തരത്തിലുള്ളൊരു സിഗ്നൽ അവിടെ വെക്കുന്നത് അല്ലേ. ഓക്കെ മക്കളെ, ഇനി മറ്റൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. വീടുകൾ പലതരം. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, മാച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യനാണ്. അതായത് ജീവികളും അവയുടെ വാസസ്ഥലവും കൃത്യമായിട്ട് വരച്ച് യോജിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കിക്കുക മക്കളെ, തേനീച്ച ഹണി ബീഡേത് ഇത് വരും. ദെൻ ചിതൽ ഏതാണ് മക്കളെ? ഇത് വരും. ദെൻ കാക്ക ഇത് വരും. അത് ഈസിയാണ്, മക്കൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യനാണ്. ജസ്റ്റ് മാച്ച് ചെയ്യാനേ ഉള്ളൂ കേട്ടോ. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി അതിൽ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി നമുക്കുണ്ട്. നോക്കിക്കേ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹൗസസ് ലൈക്ക് ഗ്ലാസ് ഹൗസ് ബിൽറ്റ് ഓൺ പില്ലേഴ്സ്, ഇഗ്ലോ, 3D പ്രിൻറ്റഡ് ഹൗസ് ആർ സീൻ നൗ. വാട്ട് ആർ ദി ബെനിഫിറ്റ്സ് ഓഫ് കൺസ്ട്രക്ടിങ് സച്ച് ഹൗസസ്? അതായത് ഗ്ലാസ് വീട്, തൂണുകളിൽ ഉയർത്തിക്കെട്ടിയ വീട്, ഇഗ്ലൂ, 3D പ്രിൻറ്റഡ് വീടുകൾ എന്നിങ്ങനെ വിവിധ തരം വീടുകൾ ഇപ്പോൾ ലഭ്യമാണ്. ഇത്തരം വീടുകൾ തയ്യാറാക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാം? നമുക്കറിയാലോ, നമ്മുടെ ചുറ്റുപാടിൽ ഇപ്പോൾ ഒരുപാട് തരത്തിലുള്ള വീടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. ഗ്ലാസ് വീടുണ്ട്, അതുപോലെ തന്നെ പില്ലറിൻ്റെ മുകളിലെ വീടുണ്ട്, പിന്നെ ഇഗ്ലൂ അല്ലേ. ഇഗ്ലൂ കൂടുതൽ ഈ തണുപ്പുള്ള പ്രദേശങ്ങളിലൊക്കെയാണ് ഇഗ്ലൂ കാണപ്പെടുന്നത് അല്ലേ. അതുപോലെ തന്നെ 3D പ്രിൻറ്റഡ് വീടുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിവിധ തരം വീടുകൾ ഇപ്പോൾ ലഭ്യമാണ്. ഇത്തരം വീടുകൾ തയ്യാറാക്കുന്നതിനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് മക്കളെ? ഗ്ലാസ് ഹൗസ് ആണെങ്കിൽ എന്താണ്? അലോസ് മോർ സൺലൈറ്റ് ടു എൻ്റർ അല്ലെ. കൂടുതൽ സൺലൈറ്റ്, അതായത് സൂര്യപ്രകാശമൊക്കെ നമുക്ക് ഉള്ളിലേക്ക് വരും. അതുപോലെ ഇഗ്ലൂ ആണെങ്കിൽ എന്താണ്? കീപ്സ് ദി പീപ്പിൾ വാം ഇൻ വെരി കോൾഡ് റീജിയൻസ്. അടുത്തത് ഹൗസ് ബിൽട്ട് ഓൺ പില്ലേഴ്സ് ആണ്. അതായത് ഈ തൂണുകളിലൊക്കെ ഉയർത്തി കെട്ടിയിട്ടുള്ള വീടുകൾ. പ്രൊട്ടക്റ്റ് ഫ്രം ഫ്ലഡ്, അതുപോലെ തന്നെ വാട്ടർ ആൻഡ് വൈൽഡ് ആനിമൽസ് അല്ലേ. ഈ വെള്ളപ്പൊക്കമൊക്കെ മഴ പെയ്ത് വെള്ളം കയറുന്ന സ്ഥലമൊക്കെ ആണെങ്കിൽ നമ്മൾ പില്ലറിൻ്റെ മുകളിലൊക്കെ വീടുണ്ടാക്കുകയാണെങ്കിൽ എന്താണ്? നമുക്ക് വെള്ളപ്പൊക്കം വരുന്ന സമയത്ത് നമ്മുടെ വീട്ടിലേക്ക് കയറാതിരിക്കാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ പിന്നെ വൈൽഡ് ആനിമൽസിൽ ആ ഒരു ഏരിയയിലൊക്കെ ആണെങ്കിൽ നമ്മൾ പില്ലറിൻ്റെ മുകളിലൊക്കെ വീടുണ്ടാക്കാൻ നമുക്ക് കുറച്ചും കൂടി ഈസിയാണല്ലോ. അതായത് വന്യമൃഗങ്ങളൊന്നും ഉപദ്രവിക്കാതെ നമുക്ക് രക്ഷപ്പെടാം. ദെൻ നെക്സ്റ്റ് 3D പ്രിൻറ്റഡ് ഹൗസാണ്. ക്യാൻ ബി ബിൽറ്റ് ക്വിക്ക്ലി അറ്റ് വെരി ലോവർ കോസ്റ്റിലെ. ഏറ്റവും ചെറിയ പൈസയ്ക്ക് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വീടുകളാണ് 3D പ്രിൻറ്റഡ് വീടുകൾ എന്ന് പറയുന്നത്. ഓക്കെ മക്കളെ, മനസ്സിലായോ? അപ്പോൾ ഓരോ വീടുകളെക്കുറിച്ച് മക്കൾ മനസ്സിലാക്കി വെക്കുക, അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് അറിഞ്ഞിരിക്കാം. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ മക്കളും നന്നായിട്ട് തന്നെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക. ഇനിയും നമ്മൾ എക്സാമിനോട് അടുപ്പിച്ച് നമ്മൾ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ആ വീഡിയോ കൂടി മക്കൾ കാണുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. പിന്നെ മറന്നു പോകേണ്ട, നമ്മൾ നെക്സ്റ്റ് അധ്യയന വർഷത്തേക്കുള്ള ഓൺലൈൻ ട്യൂഷൻ്റെ അഡ്മിഷൻസ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, മക്കൾ അഡ്മിഷൻ എടുക്കുക കേട്ടോ. ഓക്കെ, മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.